ഉഷേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ പിണങ്ങോ? എന്താ പതിവില്ലാത്തൊരു മുഖവുര? ഒരാളെൻ്റെ ഉറക്കം കെടുത്തുന്നു. 10-15 വർഷത്തിന് ശേഷവും അത്രയും എനിക്ക് കഴിയുന്നെങ്കിൽ ആഹാ, നീ അല്ലെന്നുള്ളതാണ് ഗതികേട്. ജനറൽ മാനേജറാണോ? ഹാ, തമാശ കള ഉഷ. എങ്കിൽ പറയൂ, ഈ വമ്പൻ കക്ഷി ആരാണ്? നിഷ. രതീഷ്, കാര്യമായിട്ടാണോ ഈ പറയുന്നേ? അതോ ഈ പാതിരാത്രിയിൽ എന്നെ? നേരെ പറയൂ, എന്താണ് സംഗതി? വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെ. മനസ്സിലായി. മധ്യവയസ്സിന്റെ വൺ വേ പ്രേമം അല്ലേ? വൺ വേ അല്ല. ആട്ടെ, എന്താ ഈ കക്ഷിക്ക് വേണ്ടത്? എനിക്കറിയില്ല. സെക്സ് ആയിരിക്കാമെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ അല്ല. അല്ലാതെ പിന്നെ? എന്താ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? ആദ്യമൊക്കെ പ്രൊഫഷണൽ ബന്ധങ്ങൾക്കപ്പുറം ഒന്നുമില്ലായിരുന്നു. പക്ഷേ കൂടുതൽ അറിഞ്ഞപ്പോൾ നിഷയുമായൊരു മുജ്ജന്മ ബന്ധമുള്ളതുപോലെ വല്ലാത്തൊരടുപ്പം. ഐ ആം അണേബിൾ ടു ഗെറ്റ് അവേ ഫ്രം ഹർ. യു ക്യാൻ രതീഷ്, യു ക്യാൻ. വേണ്ടത്ര ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് രതീഷിനൊന്നുമില്ല. ഉഷ എന്തുകൊണ്ടാണ് എന്ത് പിണങ്ങാത്തത്? ആലോചിച്ചു നോക്ക്. ഒരു ബിസിനസ് ടൂറുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ഓ, അത് പറയാൻ കാത്തിരിക്കായിരുന്നു അല്ലേ? അതെ. ഒരാഴ്ചത്തെ ടൂറ് കഴിഞ്ഞ് ഇന്നലെ എത്തിയതല്ലേ ഉള്ളൂ. വീണ്ടും ജോലിയുടെ ഭാഗമല്ലേ? ജോലി. ഒരുമിച്ച് ഉറങ്ങിയും തുടങ്ങിയല്ലേ? ഉഷേ, താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്നെയും കുട്ടികളെയും നിങ്ങൾ ചർച്ചാ വിഷയമാക്കാറുണ്ടോ രതീഷ്? ഞാനും കുട്ടികളും ഉണ്ടെന്ന് നിഷയ്ക്കറിയില്ലേ? നിഷയ്ക്ക് ഒരു കുടുംബമുണ്ടോ? ഭർത്താവുണ്ടായിരുന്നു, കുട്ടികളില്ല. ആളുകൾ എന്തു പറയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആളുകൾ എന്തെങ്കിലും പറയട്ടെ. തൽക്കാലത്തേക്കുള്ള ഒരു ഫാസിനേഷൻ എന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. ബട്ട് പ്ലീസ്, എനിക്ക് ഇന്ന് തന്നെ പോണം. അനുവദിച്ചിരിക്കുന്നു.
കുട്ടികളറിഞ്ഞാൽ അവരെ നമുക്ക് ബോർഡിങ്ങിലാക്കിയാലോ? എന്നിട്ട് ഞാനും ഒരു ടൂറിസ്റ്റ് വിസ എടുത്തോളണമെന്നായിരിക്കും. ഭ്രാന്ത് പിടിച്ചാൽ മതിയായിരുന്നു. ഹേ, യു ആർ മേക്കിംഗ് മീ സിക്ക്. വൺ ഓഫ് ദീസ് ഡേയ്സ് ഐ എം അഫ്രൈഡ് ഐ വിൽ ഹാവ് ടു. അതെ, ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തെന്നിരിക്കും. രതീഷ്, എവിടേക്കാണ് പോകുന്നതെങ്കിലും പറയൂ. ചേട്ടാ, എന്താടി? കോമ്പോസിഷൻ സബ്ജക്റ്റ് എഴുതിയിട്ട് ഒരാഴ്ചയായി, ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. എന്താ ക്വസ്റ്റ്യൻ? സീതാരാമൻ കാട്ടിൽ ഉപേക്ഷിച്ച് ശരിയോ തെറ്റോ ഒന്ന് പറഞ്ഞ. ഇത് കണ്ടില്ലേ ഈ രാജാവ് ക്യൂനിട്ട് കളിയാക്കുന്നത്? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ചേട്ടാ, ഇതെനിക്ക് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ചെയ്തേക്ക്. അതിനൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീയാണ് സീതയെന്ന് വിചാരിക്കേ, എന്നിട്ട് ഒരൊറ്റ എഴുത്തങ്ങ് എഴുത്. അത് ശരിയാവില്ല. തെറ്റാണ് രാമൻ ചെയ്തെങ്കിലും അത് തെറ്റായി സീതയ്ക്ക് തോന്നുന്നില്ല എന്നാണ് എന്റെ ടീച്ചർ പറഞ്ഞേ. എന്നാലേ നീയാണ് രാമനെന്ന് കരുതി എഴുതി നോക്ക്. അത് ഞാൻ ആണല്ലോ. എന്നാ ശരി, എഴുതിക്കോ. തെറ്റരുത്. ഇല്ല. ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നെങ്കിൽ ഇടതൂർന്ന കാട്ടിൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എഴുതിയോ? എഴുതി. നാട്ടിൽ ഉപേക്ഷിച്ചാൽ പൂച്ചകളെ പോലെ തിരയെ കയറി വന്നാലോ? ഇങ്ങനെ ബോറൊക്കെ എഴുതി വെച്ചാൽ മാഷ് അതവർക്ക് സ്കൂളിൽ വായിക്കും. കുട്ടികൾ എല്ലാരും കൂടെ. ഓക്കെ ശരി, ബി സീരിയസ്. നമ്മുടെ പപ്പ രതീഷാണ് രാമനെന്ന് വിചാരിക്കേ, അമ്മ ഉഷയാണ് സീതയെന്ന് കരുതുക. പപ്പ അമ്മയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. നമ്മുടെ അമ്മ ഭയന്ന് വിറച്ചു. കാട്ടാന, കരടി, ചെന്നായ.
ഓ വാട്ട് എ സർപ്രൈസ്. വരൂ, അകത്തേക്ക് വരൂ. ഉം. കുറച്ചുനാൾ ആയല്ലോ തമ്പുരാട്ടിയെ കണ്ടിട്ട്. എന്തു പറ്റി? അത്ര തിരക്കോ? കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ അത് തണുത്തതോ? ഒന്നും വേണ്ട. നീ നോർമൽ അല്ല. പറ, എന്താ നിന്റെ പ്രശ്നം? ഒക്കെ അടക്കി വെക്കാൻ നോക്കി, പക്ഷെ പറ്റണില്ല. എന്താടോ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? വൺ മിനിറ്റ്. ആ, ഞാൻ ഡോക്ടർ ചിത്രയാ. ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. ഡോക്ടർ സക്കറിയ സാറിനോട് പറഞ്ഞേക്കൂ. ഇല്ല, പെട്ടെന്നൊരു അത്യാവശ്യം. ഓക്കെ. പറയൂ. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എതിർത്തപ്പോ കല്യാണത്തിന് കൂട്ടുനിന്നത് നീയായിരുന്നു. നിങ്ങൾ സമപ്രായക്കാരായതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണം. ആണുങ്ങൾക്ക് 40-നപ്പുറം തലപ്പൊക്കാറുള്ള ഒരു അസുഖമാണിത്. ഒരേ പ്രായക്കാരല്ലെങ്കിൽ ഇതുണ്ടായിക്കൂടെ? ഉണ്ടാവാം, പക്ഷേ ഭാര്യയുടെ താരുണ്യം അപ്പോഴും അവശേഷിക്കുന്നുവെങ്കിൽ പ്രശ്നം മിക്കവാറും ഒതുങ്ങിക്കിട്ടുമെന്നാണ് എന്റെ ശാസ്ത്രത്തിന്റെ അറിവ്. എനിക്കിനി എന്റെ പഴയ ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ? മനസ്സ് വല്ലാതെ പിടിവിട്ടു പോകുന്നു. രതീഷിന്റെ കാര്യത്തിൽ പ്രതിരോധത്തിൻ്റെതല്ലാത്ത വഴി നീ തിരഞ്ഞെടുത്തത് നല്ല കാര്യം. ജീവിതമെന്നാൽ ഈ വിധമാണെന്ന് മനസ്സിലാക്കി കിട്ടുന്നത് വരെയുള്ളൂ ഈ ദുരിതം. എന്ന് ആശ്വസിക്കാൻ പലതവണ ഞാൻ ശ്രമിച്ചു. പക്ഷേ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ വെട്ടിമാറ്റപ്പെട്ടതുപോലുള്ള ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ രതീഷിന് ഇപ്പോഴും നിന്നെ വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ശ്രീമാൻ വലിയ മനോവേദനയിലുമായിരിക്കും. ബഹളം വെച്ചാൽ ആ സ്നേഹവും വേദനയും ഒപ്പം തിളച്ച് ആവിയായി പോകും. അഥവാ നിന്നോട് ഒട്ടും സ്നേഹം ഇല്ല എന്ന നിലപാടിലാണെങ്കിൽ ബഹളം വെക്കരുത്. അയൽക്കാരെ കൂടി അറിയിക്കാന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇനി അറിയാൻ ആരുമില്ല. കോടതിയിലും പുറത്തും ഇത് പാട്ട. ഡിവോഴ്സ് കേസുകളിൽ ബന്ധങ്ങളുടെ കുരുക്കഴിച്ച് ഒന്നിച്ച് ചേർക്കാറുള്ള ഞാൻ എനിക്ക് കണ്ണടയ്ക്കാൻ വയ്യ. അടഞ്ഞാൽ കാണുന്നത് രതീഷ് നിശ്ചയമായി, പിന്നെ അതിന്റെ വിശദാംശങ്ങൾ. അതോടെ ഉറക്കം നഷ്ടപ്പെടുന്നു. പിന്നൊന്ന് ഉറങ്ങിക്കിട്ടാനുള്ള വെപ്രാളം. മരിച്ചു പോയിരുന്നെങ്കിൽ. പക്ഷേ എന്റെ കുട്ടികൾ. എന്താണ് രതീഷിനെ മറ്റൊരാളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതെന്ന് നിന്റെ മനസ്സ് തപ്പിക്കൊണ്ടിരിക്കുന്നു, ശരിയല്ലേ? ഇന്റിമസിയുടെ കാര്യത്തിൽ ആർക്കും ഉണ്ടാവുമല്ലോ കുറെ അതിരുകൾ. ആ അതിരുകളാണോ നിനക്ക് വിനയായി തീർന്നിരിക്കുന്നെന്ന് നീ അമ്പരക്കുന്നു, അല്ലേ? ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സെക്സ് അല്ല രതീഷിനെ കുരുക്കിയിരിക്കുന്നത്. പിന്നെ അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ആ പിടി അയഞ്ഞു പോകുമായിരുന്നു. അപ്പോ മറ്റെന്തോ ആണ്. ഒരുപക്ഷെ രതീഷിന്റെ ഉള്ളിൽ മുമ്പെങ്ങോ ഒരു മാതൃകാ സ്ത്രീയുടെ സങ്കല്പം ഉണ്ടായിരുന്നിരിക്കാം.
നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള ഒരു സ്വപ്നാരാധിക. നിന്നെ അവഗണിക്കുന്നില്ലെങ്കിലും ആ മാതൃകാ സ്ത്രീയെ നിഷയിൽ രതീഷ് കണ്ടെത്തിയിരിക്കും. എന്നുവെച്ചാൽ സ്വപ്നത്തിലുള്ള ഒരാളോട് കുറച്ചുകൂടി സാദൃശ്യമുള്ള ഒരു ദുസ്വപ്ന ജീവിയെ. നിനക്ക് ചിരി, ഞാനിവിടെ തീ തിന്നുകയാ. ജീവിച്ചിരുന്നിട്ട് തന്നെ ഒരു കാര്യമില്ലാത്ത അവസ്ഥ. എടോ, കുട്ടികളെ ഓർത്തെങ്കിലും നീ ഒന്ന് ചിരിക്കേ. അവരെക്കുറിച്ച് ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം. അവരോട് എന്ത് പറയണമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. സംശയിക്കാൻ എന്താ? നീ മോനോട് എല്ലാം തുറന്നു പറയണം. 10-14 വയസ്സായില്ലേ അരുണ്? അവന്റെ ഉത്തരവാദിത്വ ബോധം ഇതുകൊണ്ട് വർദ്ധിക്കുകയുള്ളൂ. അനിതയ്ക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായില്ല. അതിനെ വിട്ടേക്ക. എങ്ങനെ പറയാൻ? എന്തെന്ന് വെച്ചാ പറയാ? പപ്പയെന്ന് പറഞ്ഞാൽ അവന് ജീവനാ. സാരമില്ല. ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർ പറഞ്ഞ് അവൻ അറിയരുത്. താൻ തന്നെ പറയുന്നതാ അതിന്റെ ശരി. ഞാൻ എങ്ങനെയാടോ ഒരമ്മ മോനോട് അച്ഛനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ? നീയൊന്ന് വന്ന്. വരാൻ കഴിയാഞ്ഞിട്ടല്ല. ഇക്കാര്യം ഞാൻ പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ശരി. നീ കൈ കഴുകുകയാണല്ലേ? അല്ലേ അല്ല. രതീഷിന്റെ മാനസികാവസ്ഥ നീ സ്നേഹം കൊണ്ടറിഞ്ഞ് എല്ലാം സഹിക്കുന്നുവെന്ന് അവൻ അറിയണം. മോനും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് നീ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അസാധ്യങ്ങളായ കാര്യങ്ങളാ നീ എന്നോട് ചെയ്യാൻ പറയുന്നത്. ശ്ശോ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നെങ്കിൽ. ഇനി നീ കരയരുത്. സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കണം. ദാ. ഭ്രാന്ത് പിടിക്കാതിരിക്കാനുള്ള മരുന്നല്ല ഇത്. രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി. ദേ, ഒന്നി കൂടുതലാവരുത്. ഓവർഡോസ് ആയാൽ കുട്ടികളുണ്ടെന്ന കാര്യം നീ മറക്കരുത്. എവറിത്തിങ് വുഡ് ബിക്കം ഓൾ റൈറ്റ്. ജാനകിയമ്മേ, ജാനകിയമ്മ ഇന്ന് വന്നില്ല. അമ്മ ഇന്ന് കോടതി പോയില്ലേ? ഇല്ല. മോൻ വാ, ആഹാരം കഴിക്കാം. വേണ്ട. പപ്പ വേറെ കല്യാണം കഴിച്ചോ? ഇല്ലല്ലോ മോനെ. ഊവെന്ന് ആളുകൾ പറയുന്നു. ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ മോനെ. പപ്പ വേറെ ആരെ കല്യാണം കഴിക്കാൻ? എങ്കിൽ കഴിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ. ആരുടെയും കൂടെ ജീവിക്കാൻ പപ്പയ്ക്ക് സ്വാതന്ത്ര്യമില്ലേ? ഇല്ല. പപ്പയുടെ സന്തോഷം അതാണെങ്കിലോ? ഇവിടെ ഇപ്പൊ എന്താണ് സന്തോഷക്കുറവ്? ഇല്ല, ഞാനൊന്നും സമ്മതിക്കില്ല. അമ്മ തുറന്നു പറയൂ, ഇഷ്യൂ എന്താണ്? ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. കാര്യം എന്തായാലും എനിക്കറിയണം. മോനെ, കൂടെ ജോലി ചെയ്യുന്ന ആരോടോ പപ്പയ്ക്ക് അല്പം അടുപ്പം. ഇടയിൽ കിടന്ന് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. മോന് മനസ്സിലാക്കാൻ കഴിയില്ല ഇതൊക്കെ. ഇല്ല. മോൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. എക്സാം അടുത്ത സമയമാ. ഈ പപ്പയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. ഈ പപ്പയുടെ മകനായിട്ട് ജീവിക്കുന്നതിലും ഭേദം. പാടില്ല, അങ്ങനെയൊന്നും പറയരുത്. എന്തുകൊണ്ട് പാടില്ല? അമ്മയാണ് അൺഫെയർ ആവുന്നെങ്കിൽ അമ്മയോട് ഇത് തന്നെ ഞാൻ പറയും. മോനെ, അമ്മയ്ക്കൊരപേക്ഷയുണ്ട്.
ബഹളം ഉണ്ടാക്കരുത്. പപ്പയോട് ഒരു പരിഭവം തോന്നരുത്. എന്റെ മോനത് കാണിക്കരുത്. പ്രയാസമാണ്. മോനെ, സഹിക്കുന്നതിനൊരു അതിരില്ലേ അമ്മേ? സഹിക്കണം. അമ്മയ്ക്കോ പപ്പയ്ക്കോ എന്തെങ്കിലും രോഗം പിടിപെട്ട മോൻ എന്ത് ചെയ്യും? ചികിത്സിപ്പിക്കും. ഏത് മഹാരോഗമാണെങ്കിലും. തീർച്ചയായും. എന്നാ അത് തന്നെയാ ഇപ്പോഴും ചെയ്യേണ്ടത്. കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്തോളാം. എന്റെ മോൻ വലുതായില്ലേ, പ്ലീസ് അമ്മയോടൊപ്പം നിന്ന് അമ്മയെ സഹായിക്കാൻ. പ്ലീസ് മോനെ. അമ്മ, യു ഗ്രേറ്റ്, സിംപ്ലി ഗ്രേറ്റ്. നിഷ മേനോൻ ഹിയർ. ഞാൻ ഉഷയാണ്. ഉഷയോ? ഏതുഷ? ഞാൻ രതീഷിന്റെ ഭാര്യ ഉഷ. യെസ്. രതീഷ് ടൂറ് പോയപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ല, വിളിച്ചുമില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ. സോറി, എനിക്കറിയില്ലല്ലോ. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ കമ്പനിയിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ഭാഗ്യക്കേടിന് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം ആയില്ലേ? ഞാനതൊക്കെ മറന്നു. എനിക്ക് നിങ്ങളെ പരിചയപ്പെടണമെന്നുണ്ട്. തടസ്സമില്ലെങ്കിൽ. ആകാലോ. താങ്ക്സ്. എപ്പോഴാണ് സൗകര്യം? ഓഫീസിലാണെങ്കിൽ 9 മുതൽ 5 വരെ. ഇവിടെയാണെങ്കിൽ രാവിലെയും വൈകിട്ടും. എപ്പോഴും ആവാം. മുൻകൂട്ടി അറിയിച്ചാൽ ഇരു കൂട്ടർക്കും സൗകര്യം. നാളെ രാവിലെ ഈ നേരത്തായാലോ? കോടതി പോകുന്ന വഴിക്ക് ഞാൻ അതിലേ വരാം. ഓക്കെ. ഓ, പറഞ്ഞില്ലല്ലോ, ഞാനൊരു അഡ്വക്കേറ്റാണ്. ഓ, ഐ സി. അപ്പം നാളെ കാണാം. താങ്ക് യു. ബൈ. ഡർട്ടി ഫെല്ലോ. അയ്യാ, എനിക്ക് ഇരിപ്പ് കണ്ടില്ലേ? ഡിനോസർ. എന്താ മോളെ? ഒന്നുമില്ല, നത്തിങ്. ആരോടാ നീ വഴക്കുണ്ടാക്കുന്നത്? അതിനിവിടെ ആരും ഇല്ലല്ലോ. പിന്നെ ഞാൻ കേട്ടതോ? ഏതാണ് ഈ ഫോട്ടോ? ഓ, ഇതാ മുൻവശത്തിരുന്നല്ലേ? അമ്മ, ഞാൻ എടുത്ത് കുത്തി പൊടിച്ച് വലിച്ചെറിയും കേട്ടോ. മോളെ, പപ്പ ഡേർട്ടി അല്ല. അതെ, ഡർട്ടി, ഡർട്ടിയോ, ഡർട്ടിയസ്റ്റ്. ആര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു നടക്കുന്നു. എന്ത്? നമ്മളെ പാപ്പ ഉപേക്ഷിച്ചില്ലേ? ഇല്ലല്ലോ. പപ്പ വേറൊരു വീട്ടിൽ പോയി താമസിക്കുകയല്ലേ അമ്മ? എനിക്കറിയാം. അല്ല. അമ്മ പപ്പയെ പോവാൻ വിട്ടതാണോ? അതെ. എന്തു പറ്റിയമ്മ? ഒന്നുമില്ല, ഞങ്ങൾ അമ്മയുടെ തലയും ചോര വരുന്നു. അയ്യോ, ഇതെങ്ങനെ? തലയും കണ്ട് തട്ടി. ഇടി നിന്നെ. വേണ്ട മോനെ. അമ്മ, ഞാൻ സാരമില്ല, സാരമില്ല മോളെ, സാരമില്ല.
ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഉഷ രതീഷ്. ഓ, കം ഓൺ ഇൻ. വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഞാൻ ചായ എടുക്കാം. വേണ്ട, ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. വേണം, ആദ്യമായിട്ട് വരികയല്ലേ. പ്ലീസ് ഇടാം. നിങ്ങൾ ഇന്നലെ എന്തോന്ന് ചോദിച്ചല്ലോ. ഓ, രതീഷിനെ കുറിച്ചായിരുന്നു അല്ലേ? അതെ, ക്യാമ്പ് എവിടെയെന്നായിരുന്നു ചോദ്യം. അപാര ഓർമ്മ, അഭിനന്ദിക്കാതെ തരവില്ല. താങ്ക് യു. പക്ഷേ രതീഷ് എവിടെ പോയിന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഒരു കാര്യം വ്യക്തമാക്കാം, ഈ 4 ചുമരുകൾക്കകത്ത് രതീഷില്ല, തീർച്ച. ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ സൂചിപ്പിച്ചുമില്ലല്ലോ. അല്ല, ഞാൻ ധരിച്ചു. അനാവശ്യമായ ധാരണകൾ ഒഴിവാക്കൂ. ഞാൻ അത്തരക്കാരിയല്ല. എനിക്ക് 2 കുട്ടികളുണ്ട്. അച്ഛൻ എവിടെയെന്ന് അവർ ചോദിക്കുന്നു. നിഷയ്ക്ക് അത്തരം പ്രശ്നങ്ങൾ തൽക്കാലം നേരിടാനില്ലെന്ന് എനിക്കറിയാം. എന്റെ അച്ഛൻ എവിടെയെന്ന് എന്റെ അമ്മയോട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. മറിച്ച് അമ്മ എവിടെയെന്ന് അച്ഛനോട് ചോദിച്ചിട്ടുള്ളതായി ഓർക്കുന്നുണ്ട്. കാരണം അമ്മ മറ്റാളുടെ കൂടെ അങ്ങ് പോയി. നമുക്കല്പം ഫലപ്രദമായി സംസാരിച്ചൂടെ? വൈ നോട്ട്? ഞങ്ങൾ വിൽപ്പനക്കാർ എപ്പോഴും പറയുന്ന വാചകമാണ് ഇത്. ഒരു കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ താല്പര്യമുണ്ടോ? ക്ഷമിക്കണം, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയല്ല. ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. ഞാനൊരു സാധാരണ സ്ത്രീയെ അല്ല, അസാധാരണ സ്ത്രീ. എനിക്ക് വേണമെന്ന് തോന്നുന്നതെല്ലാം ഞാൻ കൈക്കലാക്കാറുണ്ട്, അതിന് മതിയാവുന്ന വില കൊടുക്കാൻ കഴിയുമെങ്കിൽ. രതീഷ് സന്തോഷവാനായിരിക്കണമെന്ന് നിഷ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും. രതീഷിന്റെ മാനസിക ആരോഗ്യം നാളെ അപകടത്തിലായാൽ? രതീഷിന്റെ മാനസികാരോഗ്യത്തിന് കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ? അത് മരമണ്ടന്മാരുടെ വഴിയല്ലേ. ഈ കാഴ്ചപ്പാട് എനിക്ക് ശരിയായിട്ട് തോന്നുന്നു. എന്റെ കാഴ്ചപ്പാട് ഞാൻ മറച്ചു വയ്ക്കാറില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പുരുഷന് വേണ്ടി വഴക്ക് കൂടുന്ന 2 സ്ത്രീകളിൽ ഒരാളാവാൻ എനിക്ക് ആഗ്രഹമില്ല. ഇക്കാര്യം രതീഷിനോട് പറഞ്ഞിരുന്നോ? നോക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമല്ല ഞാനും രതീഷും തമ്മിലുള്ളത്. നിങ്ങൾക്ക് 2 കുട്ടികളായതിൽ പിന്നെ അവരുടെ അച്ഛൻ പിരിഞ്ഞു പോയാലോ എന്നല്ലേ? അതെ. ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കുന്നതിലും ഭേദം പിരിയുന്നതല്ലേ? ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ രതീഷ് തകർന്നു പോകാനിടയായാൽ? നോക്കൂ, നാം തമ്മിൽ തർക്കിച്ചാൽ എങ്ങും എത്തില്ല. നിങ്ങളെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. രതീഷിനെ കണ്ടുമുട്ടിയപ്പോ എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളെയും കുട്ടികളെയും അനാഥരാക്കാനുള്ള മുൻവിധിയോടെ അല്ല ഞാൻ കേരളത്തിലെത്തിയത്. ദയവായി നിങ്ങൾ അത് മനസ്സിലാക്കണം. രതീഷ് അടുത്തിടെയായി പതിവിലേറെ മദ്യപിക്കുന്നു. എനിക്കതിലൊരു പങ്കുമില്ല സഹോദരി. അവസാനമായി ഒരു ചോദ്യം കൂടി. ചോദിക്കൂ. നമുക്ക് 2 പേർക്കും കൂടി 2 പേർക്കും കൂടി രതീഷിന്റെ രക്ഷയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ
എന്റെ പ്രിയപ്പെട്ട സഹോദരി, രതീഷിനെ രക്ഷിക്കാൻ രതീഷിനെ കഴിയൂ. അതിലെനിക്കൊരു റോളുമില്ല. പിന്നെ ഭർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു സ്ത്രീയുടെ അടുത്തെത്തി കെഞ്ചുന്ന ഭാര്യയുടെ ചിത്രം ദുഃഖകരമാണ്. ബട്ട് ഐ എം ഹെൽപ്ലെസ്.